Greetings, students. In this class, we will be looking forward to brain scanning techniques. We had told about sleep, the stages of sleep, and when I said the stages of sleep, we covered through the waves that happens through our brain. So we'll be discussing all that. There are different types of brain scanning techniques. Okay, we had discussed about EEG, electroencephalograph. So what this EEG does is it helps to show the activities in a living brain as in a form of graph. So electro meaning electricity, encephalo meanings related to brain. Okay, so electricity which is related to brain and the graph electroencephalograph അതാണ് EEGന്റെ ഫുൾ ഫോം. സോ പ്രാക്ടിക്കലി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ സ്കാൽപ്പിൻ്റെ അവിടെ ഒരുപാട് ഇലക്ട്രോഡ്സ് ഫിറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് ഈ ഗ്രാഫ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന ലെവൽ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ ഫങ്ഷൻ ഓഫ് EEG. സോ ഹിയർ ഇസ് എ പിക്ചർ ഫോർ യു ടു സീ how it looks when you scan your brain. Yeah, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാഫ് നോക്കിയപ്പം ദർ ആർ പീക്സ് ആൻഡ് വാലീസ് അല്ലേ. ചില സമയത്ത് ഇൻക്രീസ് ചെയ്യും ഗ്രാഫ്, ചില സമയത്ത് ഡിക്രീസ് ചെയ്യും. ആൻഡ് ഓൾ ദീസ് ആർ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ഷോൺ ഇൻസൈഡ് ദ ബ്രെയിൻ. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ബ്രെയിൻ വേവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതൊരു ബ്രെയിൻ ഇമേജിങ് ടെക്നിക്കാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ബ്രെയിൻ ആക്ടിവിറ്റി സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, സോ ഈ EEG എന്ന് പറയുന്ന സ്കാനിങ് ടെക്നിക്ക് നമുക്കൊരു പ്രിസൈസ് പിക്ചർ തരത്തില്ല. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഓവറോൾ ആക്ടിവിറ്റി ഇൻസൈഡ് ബ്രെയിൻ. അതുകൊണ്ടാണ് ഇതിന് സ്ലീപ്പൊക്കെ അളക്കാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രിസൈസ് ആയിട്ട് എന്താണ് അയാളുടെ ബ്രെയിനിൽ പോകുന്നതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് അയാൾ അവെയ്ക്ക് ആണോ, അയാൾ ഉറങ്ങിയിരിക്കുവാണോ, ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുവാണോ, അതോ ഹൈ ആണോ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റും. അയാൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണോ, ഓക്കെ, ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണോ, അങ്ങനത്തെ ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് EEGയിലൂടെ നമുക്ക് പറയാൻ പറ്റും. സോ ദ ഫങ്ഷൻ ഇസ് ടു ഐഡൻറ്റിഫൈ ദ ജനറൽ പാറ്റേൺ. ആസ് വി ഹാഡ് ടോൾഡ് ഏർലിയർ, EEG യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസും സ്റ്റേജസൊക്കെ അളക്കാൻ വേണ്ടിയായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എൻ brain scanning technique which was used earlier. So the next one we will be seeing is CAT അഥവാ CT. കേട്ട് കാണും നിങ്ങളെല്ലാവരും CT സ്കാൻ എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് CT സ്കാൻ? ഇങ്ങനെ വിളിക്കാം, CAT എന്ന് വിളിക്കാം. CAT എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് ആക്സിയൽ ടോമോഗ്രഫി. ഇതൊരു സ്ട്രക്ചറൽ ബ്രെയിൻ സ്കാനിങ് ടെക്നിക്കാണ്. എന്താണ് സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ റിവീൽ ചെയ്തുകൊണ്ട് എന്താണ് അവൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് പറഞ്ഞു തരുന്നൊരു ടെക്നിക്കാണ്. അപ്പം ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇത് കാണിക്കുക, അല്ലാതെ എന്താണ് ആക്ടിവിറ്റി നടക്കുന്നതെന്നൊന്നും കാണിക്കില്ല, അൺലൈക്ക് EEG. എന്താണ് CT ആൻഡ് T എന്താണ്? ടോമോഗ്രഫി. ടോമോഗ്രഫി മീൻസ് ദി ഐഡിയ ദറ്റ് വി ഹാവ് സം 3D ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറയാം, നമുക്കിവിടെ ഒരു വട്ടത്തിലുള്ളൊരു ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ 3 ഡയമെൻഷനിലായിട്ടിരിക്കുന്ന ഒരു ആപ്പിൾ, അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അപ്പർ പോർഷനിൽ നമ്മൾ നോക്കുമ്പം 2 ഡയമെൻഷനിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ്? അതിൻ്റെ ആ ഉള്ളിലുള്ള സീഡും പൾപ്പൊക്കെ നമുക്ക് 2 ഡയമെൻഷനിൽ മുകളിൽ നിന്ന് കാണാൻ പറ്റും. സോ ഇത് തന്നെയാണ് ഇവിടെ ടോമോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നമ്മൾ 3D ഒബ്ജക്റ്റിൽ നിന്ന് ഒരു 2 ഡയമെൻഷനിലായിട്ടുള്ള സ്ലൈസ് എടുക്കുകയും അതിൽ നിന്ന് നമ്മൾ സ്ട്രക്ചർ റിവീൽ ചെയ്യുകയും ചെയ്യുന്നു. സോ ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം CAT സ്കാനിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്റേസ് നമ്മുടെ ബ്രെയിനിലൂടെ കടത്തുകയും അങ്ങനെ പല ആംഗിളിൽ നിന്ന് ഇതിൻ്റെ ആക്സിൽ പോർഷൻസ് പല ആംഗിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇമേജ് കിട്ടുകയും ചെയ്യും. അതുവഴി നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു 2 ഡയമെൻഷണൽ പിക്ചേഴ്സും കിട്ടും, പല ആംഗിളിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക്
പല ഡെൻസിറ്റീസ് കിട്ടും. അതിലൂടെ നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. സോ ഹിയർ ഇസ് എൻ ഇമേജ് ഓഫ് CT സ്കാൻ. നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും, നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കാൻ പോകുമ്പം ഈ ഒരു ബ്രെയിനിൻ്റെ ഇമേജ് ചെയ്യുന്നത് മിക്കവാറും CT സ്കാൻ ആയിരിക്കും. സോ ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പം ഇതൊക്കെ അത്യാവശ്യമാണ്. സോ ഹിയർ ഇസ് എ ഫോട്ടോ വിച്ച് ലുക്ക് ലൈക്ക് ആക്ച്വലി ഡിഫറെൻ്റ് ആംഗിൾ ഓഫ് എക്സ്റേസ് ആണ് ഇവിടെ കാണുന്നത് ബ്രെയിനിൻ്റെ, നമ്മുടെ ഹെഡ് പോർഷൻ്റെ. സോ ഇവിടെ ശ്രദ്ധിച്ചറിയാം ഡിഫറെൻറ്റ് ഡെൻസിറ്റീസിൽ കാണിക്കുന്നുണ്ട് ടിഷ്യൂസിൻ്റെ ആ ഡാർക്ക് ഏരിയ ഉണ്ടല്ലേ. ആൻഡ് ദിസ് ടെൽസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ, ആൻഡ് ഇഫ് ദർ ആർ എനി അബ്നോർമാലിറ്റീസ് വി കെൻ റിയലി ഫൈൻഡ് ഔട്ട്. ഇത് പഠിക്കുന്നവർക്ക് എസ്പെഷ്യലി ഇതിൻ്റെ അബ്നോർമാലിറ്റിയും ഡാമേജും ഈ എക്സ്റേ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പം എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിൽ വലുതായിട്ടിരിക്കും, ഡെൻസിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. So basically, CT scan is very helpful. We can say that CT scan helps to identify the structural differences of the brain. അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് PET സ്കാൻ, PET. അപ്പോൾ ഇവിടെ ഒരു ക്യാറ്റ് ഉണ്ട്, പെറ്റുണ്ട്. PET സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫങ്ഷണൽ ബ്രെയിൻ സ്കാനിങ് ടെക്നിക്കാണ്. ഓക്കെ, ഫങ്ഷണൽ ബ്രെയിൻ സ്കാനിങ് ടെക്നിക്. ആൻഡ് ദിസ് സ്റ്റാൻഡ്സ് ഫോർ positron emission, T for tomography. അപ്പം കാറ്റ് പോലെ തന്നെ T is tomography, which means that imaging thing. So positron emission tomography. So since there is tomography, we'll be again looking to a 2D slice of a 3D object. In this case നമ്മൾ പറയുന്നത് ബ്രെയിനിനെ കുറിച്ചാണ്. So ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? So the person actually ingest a radioactive substance. അപ്പം എന്തെങ്കിലും ഇഞ്ചക്ഷൻ വഴിയോ പില്ല് വഴിയോ ഗുളികയായിട്ടോ അവരത് കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് പോവുകയും അത് നമ്മുടെ ബ്രെയിനിലെത്തുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മളിതൊരു സ്കാനറിലേക്ക് കൊടുക്കുകയും ഈ സ്കാനർ നമ്മുടെ ബ്ലഡിലുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എത്രയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ബ്ലഡിൻ്റെ ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ട്, ഒരു സർട്ടൻ ഏരിയയിൽ എത്രത്തോളം ബ്ലഡ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്തു. അപ്പം ഇതുവഴി ബേസിക്കലി നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ മനസ്സിലാക്കാം, ഏതൊക്കെ പോർഷനിലോട്ട് ബ്ലഡ് ഫ്ലോ ശരിക്കും വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? PET സ്കാൻ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ശരിക്കും നമുക്ക് ബ്രെയിനിൽ ഏരിയാസ് ഉണ്ട്, ചില ഏരിയാസിന് ഇത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് ഫ്ലോ വേണം എന്നുണ്ട്. ഓക്കെ, അത് കിട്ടുന്നുണ്ടോ അതില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം ബ്ലഡ് ഫ്ലോ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് PET സ്കാനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് സ്കാൻ ചെയ്യുമ്പം ഇന്നൊരു സ്ഥലത്താണ്, ഇപ്പം ടെമ്പോറൽ പോർഷനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ആണ് ഹൈ എങ്കിൽ നമുക്ക് പറയാം ദാറ്റ് പോർഷൻ ഇസ് ഹൈലി ആക്റ്റീവ് എന്നുള്ളത് നമുക്ക് ഈ PETയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ എനർജി ലെവൽ മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ കളർ കോഡ് ചെയ്യും. എന്നിട്ട് വി ആക്ച്വലി പുട്ട് ഇറ്റ് ഇൻ ടു എ ഗ്രാഫ് ആൻഡ് വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് എ PET സ്കാൻ. ബ്ലൂ ഏരിയാസിൽ ലെസ് ആക്റ്റീവും യെല്ലോ ഏരിയയിൽ മോർ ആക്റ്റീവുമായിട്ടുള്ള സ്ഥലം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ എനർജിയുള്ള, റെഡ് ഏരിയയിലും യെല്ലോ ഏരിയയിലും, ആൻഡ് ദേ വിൽ ബി ആക്റ്റീവ് ദാറ്റ് ഏരിയയിൽ. പക്ഷെ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്പെസിഫിക് അല്ല, ഇറ്റ് ഇസ് എ ജനറൽ ഐഡിയ ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് നോട്ട് പ്രിസൈസ്, യു ക്യാൻ സേ ദാറ്റ്. ഒരു ഏകദേശം ഒരു ഏരിയ ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിനിയും അടുത്തൊരു സ്ട്രക്ചറൽ ടെക്നിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്, ബ്രെയിൻ ഇമേജിങ്ങിൻ്റെ. ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ പേരാണ് MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജറി. MRI സ്കാൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബ്രെയിനിലേക്കൊരു മാഗ്നറ്റിക് പൾസ് കൊടുക്കും. ഓക്കെ, അപ്പം ഈ പൾസ് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസ് ചെറുതായിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ചിലപ്പം അത് ട്വിസ്റ്റ് ചെയ്യും, റിലാക്സ് ചെയ്യും. അപ്പം ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് നമുക്ക് എത്രത്തോളം എനർജി ഉണ്ട് എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് വാട്ട് ദാറ്റ് അലൗസ് ഇസ്, ഇറ്റ് ഹെൽപ്സ് us to
ഡിറ്റർമിൻ ഏതൊക്കെ ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ ഇസ് ആക്ച്വലി റെസ്പോണ്ടിങ് പ്രോപ്പർലി എന്നുള്ളത് നമുക്ക് MRI സ്കാനിലൂടെ ഇതുവഴി ഈ പ്രൊസീജിയർ വഴി മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ആൻഡ് ഇതുവഴി നമുക്കതിൻ്റെ ഫങ്ഷൻസും എവിടെയൊക്കെയാണ് പോരായ്മ എന്നുള്ളതും സ്ട്രക്ചറും മനസ്സിലാക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും MRI സ്കാൻ. സോ ദിസ് ഇസ് ഹൗ MRI സ്കാൻ ലുക്ക് ലൈക്ക്. ഇവിടെ നമ്മൾ CT സ്കാൻ പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടോ? അതിനെക്കാട്ടി കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞത് ഇതിൽ ഒരു പൾസ് കൊടുക്കും, ജനറേറ്റ് ചെയ്യും, ആൻഡ് അതുവഴി ഏതൊക്കെ ഏരിയാസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ആ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് എൻ MRI, ദാറ്റ് ഇസ് എ സ്ട്രക്ചറൽ ടെക്നിക്. സോ ഈ MRI തന്നെ ഒരു ഫങ്ഷണൽ രീതിയിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്ട്രക്ചറൽ രീതിയിലാണ്. ഫങ്ഷണൽ രീതിയിൽ എങ്ങനെയാണ് MRI ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ fMRI എന്ന് വിളിക്കുന്നത്, ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജറി. ഇതിലും പ്രൊസീജിയർ സെയിം, പക്ഷെ നമ്മളിവിടെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ മോളിക്യൂൾസിലുണ്ടാകുന്ന റെസ്പോൺസാണ് നമ്മൾ fMRIയിൽ നോക്കുന്നത്. നോട്ട് ദ ബ്രെയിൻ ഏരിയ, പക്ഷെ നമ്മുടെ ഹീമോഗ്ലോബിൻ ഏരിയ. സോ ഇവിടെ നമ്മൾ ബ്ലഡ് ഫ്ലോയിൻ അളവും അതുപോലെ തന്നെ ബ്രെയിനിൽ ഏതൊക്കെ ഏരിയയിലാണ് എന്നുള്ളതും ഒരേ സമയം നമുക്ക് fMRIയിലൂടെ മനസ്സിലാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെറ്റ് സ്കാനിങ്ങിൻ്റെയും MRIൻ്റെയും രണ്ട് ഫംഗ്ഷനും ഒരുമിച്ച് ചെയ്യുന്നുണ്ട് fMRI. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താണ് fMRIയിൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത്, ഹീമോഗ്ലോബിൻ്റെ റെസ്പോൺസ് ആണ് നോക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് ബ്രെയിൻ ആക്ടിവിറ്റീന് ഒരു ഐഡിയ തരും. സോ ദിസ് ഇസ് വാട്ട് fMRI സ്കാൻ ലുക്ക് ലൈക്ക്. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആക്സിഡൻ്റൊക്കെ ആയി എന്തെങ്കിലും ട്രോമാറ്റിക് ഇൻസിഡൻസിൽ ഇങ്ങനെ കിടക്കുന്ന ആളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ fMRI സ്കാൻ ചെയ്യണമെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത ആളാണെങ്കിൽ ഇവിടെ fMRI ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾ ദീസ് ആക്ടിവിറ്റീസ്, ഈ പറഞ്ഞ ഹീമോഗ്ലോബിൻ്റെ അളവും എല്ലാം മനസ്സിലാക്കി അതിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ഒരു സ്ക്രീനിൽ കാണിക്കും. എന്നിട്ട് അയാൾക്ക് കുറച്ച് സർട്ടൻ ടാസ്കുകൾ കൊടുക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഫേസസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ടാസ്ക്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ബട്ടൺ നിൽക്കും. അപ്പോൾ അതിനനുസരിച്ച് ബ്രെയിനിലുണ്ടാകുന്ന ആക്ടിവിറ്റീസ്, അതുപോലെ പല ടാസ്കുകൾ, ഏതെങ്കിലും വീട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം, അങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുക, അയാളുടെ റെസ്പോൺസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് fMRIയിലൂടെ ചെയ്യുന്നത്. ആൻഡ് ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഏതെങ്കിലും തെറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ശരിയാവുകയാണെങ്കിൽ ഏത് ഏരിയ ആണ് ആക്റ്റീവ് എന്ന് നമുക്ക് അയാളോട് ചോദിക്കാതെ തന്നെ നമുക്ക് ആസ് എൻ അയാളുടെ ആക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം മിക്കവാറും എന്തെങ്കിലും ട്രോമാറ്റിക് ഈവൻറ്റ്സ് ഒക്കെ ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് fMRI ചെയ്യുന്നത്. ഏതെങ്കിലും ഏരിയാസ് ഇൻടാക്റ്റ് ആണോ, വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നില്ലേ, ഏതൊക്കെയാണ് ഡാമേജ് എന്നുള്ള പ്രിസൈസ് നോളജിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, fMRI ചെയ്യുന്നത്. ഇപ്പം ആൻഡ് ദ ലാസ്റ്റ് ടെക്നിക് വി ഹാവ് ടു ലേൺ ഇസ് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ അഥവാ CBF. CBF, ഇറ്റ് ഈസ് ഓൾസോ എ ബ്രെയിൻ ഇമേജിങ് ടെക്നിക്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ആണ് ഇവിടെ കംപ്ലീറ്റ്ലി നോക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഡൺ ബൈ പെർഫ്യൂഷനിസ്റ്റ്. MR പെർഫ്യൂഷനിസ്റ്റുകളൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ അതിനൊരു സർട്ടൻ എമൗണ്ട് ഉണ്ട്, അത് അളക്കുന്നതിനെയാണ് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ ഇമേജിങ് എന്ന് വിളിക്കുന്നത്. സോ CBF എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ ഇസ് ദ വോളിയൂം ഓഫ് ബ്ലഡ് പാസിങ് ത്രൂ എ ഗിവൺ എമൗണ്ട് ഓഫ് ബ്രെയിൻ ടിഷ്യൂ പെർ യൂണിറ്റ് ഓഫ് ടൈം. ഓരോ മൂമെൻറ്റിലും ഓരോ ടൈമിലും ദർ ഇസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ബ്ലഡ് ദാറ്റ് ഷുഡ് റീച്ച് ടു എ ബ്രെയിൻ ടിഷ്യൂ. സോ അത് ഓരോ എമൗണ്ട് ഉണ്ട്, ഡിറ്റർമിൻഡ് എമൗണ്ട് ഉണ്ട്. അതിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഈ CBF ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ അതുവഴിയും നമുക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ഓൾ
uh, the types of brain imaging techniques, okay, that is used in to identify brain activities. So this is a very advanced form of science where you can literally read what is happening, sleep ചെയ്യുവാണോ awaken ചെയ്യുവാണോ ആലോചിച്ച് നോക്കിയേ, we can really see things what is happening inside this beautiful organ. So yeah, ഇനിയും ഒരുപാട് പുതിയ പുതിയ ടെക്നിക്കുകൾ വരുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ ടെക്നിക് ഇസ് DTI, ഡിഫ്യൂഷൻ ടെൻസർ ഇമേജറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ന്യൂറോൺസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള പുതിയ ടെക്നിക്സുകൾ വരുന്നുണ്ട്. സോ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ആസ് എൻ നമ്മുടെ സിലബസിലുള്ളത്. Okay guys, we had discussed about brain imaging. Remember that I've told you in my first psychology class about cognitive psychology, how it helps the other branches and how other branches helps cognitive as in parallel. So അതുപോലെ ന്യൂറോസൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസുമായിട്ട് ഒരുപാട് റിലേഷൻ ഉണ്ട്. സോ എന്താണ് ന്യൂറോസൈക്കോളജി? ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ ദറ്റ് സ്റ്റഡീസ് ലീഷൻ ഇൻ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അപ്പം എന്താണ് അതുവഴി മീൻ ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട സൈക്കോളജിക്കൽ പ്രോസസ്സും ബിഹേവിയേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്ത് ന്യൂറോസൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ലീഷൻ എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്ത്. എന്താണ് ലീഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എനി അബ്നോർമൽ ടിഷ്യൂ വിച്ച് ഇസ് കോസ്ഡ് ബൈ എനി ഡിസീസ് ഓർ ട്രോമ. അപ്പം എന്താണ്, എങ്ങനെയാണ് ലീഷൻ ഉണ്ടാകുന്നത്? ഒന്നെങ്കിൽ അതൊരു രോഗം വഴിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ വഴി ഉണ്ടാകുന്ന ഒരു ഡാമേജാണ്. നമ്മുടെ ടിഷ്യൂവിൽ, ബ്രെയിൻ ടിഷ്യൂവിൽ സംഭവിക്കുന്ന ഡാമേജിനാണ് ലീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലീഷൻ എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡ് ലാസ്യൂർ നിന്നാണ് ഡിറൈവ് ചെയ്ത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് ഇഞ്ചുറി. അപ്പം സ്പെസിഫിക് ഏരിയയിൽ ഡാമേജ് വന്നാൽ നമ്മുടെ ബിഹേവിയറിൽ പോലും അത് വ്യത്യാസം വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ ഫീനിയസ് ഗേജിൻ്റെ കഥ പറഞ്ഞത്? തലയിലൂടെ ഒരു കമ്പിപ്പാര കയറിയപ്പം അയാളുടെ ബിഹേവിയർ മാറി, അയാളുടെ പേഴ്സണാലിറ്റി തന്നെ ഡിഫറെൻ്റ് ആയി എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഹൗ ദിസ് ഈസ് റിലേറ്റഡ് വിത്ത് ന്യൂറോസൈക്കോളജി. സോ ലീസൺ എന്താണെന്ന് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ട് ലീസണിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ഡൺ വെൻ യുവർ ഏരിയസ് ഓഫ് ബ്രെയിൻ ഇസ് ഡാമേജ്ഡ് ബിക്കോസ് ഓഫ് ലീഷൻസ്. എന്തെങ്കിലും സെൽസിൽ ഡാമേജ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലീസണിങ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ മൂവ്മെൻ്റൊക്കെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡിസോർഡർ സംഭവിച്ച ആൾക്കാരിലാണ് ഇത് കൂടുതലും നടക്കുന്നത്. എസ്പെഷ്യലി പാർക്കിൻസൺ ഡിസീസിലും ഡിസ്റ്റോണിയ പോലുള്ള രോഗങ്ങളിലും. ലീസണിങ് നടത്തിക്കൊണ്ടിരുന്നത് ഓൾഡ് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്. 1950, 1960s ആയിരുന്നു. എന്നാലും ഇതിനൊരു മിക്സ്ഡ് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഒരുപാട് പുതിയ ടെക്നിക്സ് വന്നതുകൊണ്ട് ഇതിപ്പം അധികം കാണപ്പെടുന്നില്ല. ആൻഡ് ഇത് ഞാൻ പറഞ്ഞല്ലോ, കൂടുതലും മൂവ്മെൻ്റ് ആയിട്ടുള്ള ബേസ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ് ഉള്ളവർക്കാണ് ഇത് കൂടുതലും റെഫർ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു ഡാമേജ് പാർട്ട് മാറ്റാൻ വേണ്ടി. സോ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആസ് എൻ പ്രൊസീജിയറിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. ലീസണിങ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഡാമേജ് ആയ പോർഷനിൽ, അത് ഏതെങ്കിലും പീസ് ഓഫ് ബ്രെയിൻ ആയിരിക്കും, അവിടെ നമ്മളൊരു ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്തിട്ട് അവിടെ ഹൈ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. എന്നിട്ട് ആ പോർഷൻ അങ്ങ് കരിയിച്ച് കളയും. ആ ടിഷ്യൂ ബേൺ ചെയ്യാൻ, ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ബേൺ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ് ആസ് എൻ പ്രൊസീജിയർ. അത് പല രീതി ചെയ്യാറുണ്ട്. റേഡിയോ ഫ്രീക്വൻസി വഴി ചെയ്യും, റേഡിയോ സർജറി ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്തിട്ടും ഈ ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുമ്പം നമുക്ക് സ്കാൽപ്പ് നമ്പായിട്ട് തോന്നും, അവേക്കായിരിക്കും, പക്ഷേ ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതുവഴിയാണ് സർജറി ചെയ്യുന്ന ആൾ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. എന്നാലേ മനസ്സിലാവുള്ളൂ ഹൗ ഇസ് ദിസ് വർക്കിംഗ് എന്നുള്ളത്. ഇസ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഓഫ് ബ്രെയിൻ. ഓക്കെ, ESB എന്ന് വിളിക്കും. ഇറ്റ് ഇസ് എ പ്രൊസീജിയർ വിച്ച് ഇൻവോൾവ്സ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രിക്കൽ കറണ്ട് into specific location of the brain
by using multiple electrodes to apply short pulse of electrical currents intended to mimic the natural flow impulse through the neural pathway. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈക്രോ ഇലക്ട്രോഡ് നമ്മുടെ ബ്രെയിനിൽ അറ്റാച്ച് ചെയ്യുകയും മൾട്ടിപ്പിളായിട്ട് പല സ്ഥലത്ത് എന്നിട്ട് അതുവഴി ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻസ് കൊടുക്കുകയും നമ്മുടെ ന്യൂറൽ പാത്വേയിൽ വരുന്ന ഇമ്പൾസസ് മിമിക് ചെയ്യുകയും ചെയ്യും. ഇപ്പം ചില കേസുകളിൽ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ റിസർച്ചുകളും ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. റിസർച്ചിന് വേണ്ടിയും ഒക്കെയാണ്. ന്യൂറോ സർജറിക്ക് വേണ്ടി വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്തിനു സഹായിക്കും? സ്റ്റിമുലേഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കും. ഇപ്പം സ്റ്റഡീസ് പറയുന്നത് ചില കേസുകളിൽ നമ്മുടെ വിഷ്വൽ കോർട്ടെക്സിൽ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് ചെറിയൊരു ലൈറ്റ് പകരാൻ ഇത് സഹായിക്കുന്നുണ്ടെന്നാണ്. ഈ സ്റ്റിമുലേഷൻ വഴി ഒരു ലൈറ്റ് പകരാൻ ഈ ഒരു ടെക്നിക്ക് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അതേപോലെ ഓഡിറ്ററി സെൻസേഷൻ ഫീൽ ചെയ്യാൻ സഹായിക്കുന്നു. ഓറൽ സെൻസേഷൻസ്, അതുപോലെ മൂവ്മെൻറ്റ്സ്, ഇതിനൊക്കെ ചെറിയൊരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെറിയൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. വിച്ച് ഇസ് ആക്ച്വലി ഹ്യൂജ് പ്രോഗ്രസ്. നെർവ് സ്റ്റിമുലേഷൻസ് ആണ് ഇവിടെ മെയിനായിട്ട് മീൻ ചെയ്യുന്നത് ESB കൊണ്ടിട്ട്. ചില കേസുകളിൽ പെയിൻ റിലീവ് ചെയ്യാനും ഒക്കെ ഇതൊക്കെ ന്യൂ സർവേസ് ആണ്, ന്യൂ സ്റ്റഡീസ് ആണ്. ആൻഡ് ഈവൻ അവർ ബിഹേവിയേഴ്സ്, അതാണ് ഏറ്റവും രസം, വിച്ച് ഇസ് ആക്ച്വലി സ്റ്റിൽ ഓൺ പ്രോഗ്രസ്. പക്ഷേ അഗ്രഷൻ പോലുള്ള നമ്മുടെ ബിഹേവിയേഴ്സ് പോലും സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ചെറിയ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഡിസിൻഹിബിറ്റ് ചെയ്യാൻ ഇതിന് സഹായിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈവൻ ദ ഫോർമേഷൻ ഓഫ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ബ്രെയിൻ സ്റ്റെമ്മിലെയാണ്. ബ്രെയിൻ സ്റ്റെമ്മിലെ ചില ഏരിയാസിൽ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മും സെറിബെല്ലാർ ഏരിയ ആണ് നമ്മുടെ മൂവ്മെൻറ്റ്സിനൊക്കെ സഹായിക്കുന്നത്. സോ ചില സ്ട്രോക്ക് വിക്ടിംസിൽ ചെറിയൊരു മൂവ്മെൻറ്റ്സിന് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പെയിൻ കുറയ്ക്കാനും ഇത് സഹായിച്ചിട്ടുണ്ടെന്നാണ് റിസർച്ച് പറയുന്നത്. സോ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സ്റ്റിൽ ഓൺ പ്രോഗ്രസ്. ആൻഡ് ഇതിന് ഒരുപാട് എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് എ ഹ്യൂജ് ടോപ്പിക് ടു ബി ലേൺഡ്. ഇറ്റ് ഇസ് സ്റ്റിൽ ഓൺ പ്രോഗ്രസ്. പക്ഷേ ഇതാണ് ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആസ് എൻ എ പേഴ്സൺ. നമ്മുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ചെറിയ തോതിൽ, വളരെ ചെറിയ തോതിലാട്ടോ. സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയുമ്പം ഇറ്റ് ഈസ് ലൈക്ക് കണ്ണ് കാണാത്ത ആൾക്ക് ഒരു ചെറിയൊരു ലൈറ്റ് കൊടുക്കാൻ മാത്രം, ഇൻറ്റേർണൽ ലൈറ്റ് കൊടുക്കാൻ ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. So that's all for today.